ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ഇനി എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് 100% റെസനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ, ഇനി എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. Nine of Wands, Chariot, Empress, Hermit, Six of Wands, Knight of Cups, Temperance. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ ഒരു കറണ്ട് സിറ്റുവേഷൻ ആയിട്ട് നോക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് 9 ഓഫ് വാൻസിന്റെ എനർജിയാണ്. അതായത് നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരു പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ നിങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും ഏത് നിങ്ങളുടെ കരിയറിലാണെങ്കിലും ഒരു പോരാട്ടമാണ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് നിങ്ങൾ തളർന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ ഞാൻ തോറ്റു പോകില്ല, ഞാൻ മുന്നോട്ട് പോകും എന്നുള്ളൊരു ചിന്ത ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ചിന്ത നിങ്ങളെ ഒരു വിജയത്തിൽ കൊണ്ടു ചെന്നെത്തിക്കും എന്നുള്ളൊരു മെസ്സേജാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് കൂടാതെ തന്നെ ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായിട്ടൊക്കെ ഒരുപാട് തളർന്ന ഒരവസ്ഥ കാണിക്കുന്നുണ്ട്. ഒരുപാട് കാലമായിട്ട് ചില ആരോഗ്യപരമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മോചനം ഉണ്ടാകുമെന്നാണ് കാണിക്കുന്നത്. ഒപ്പം തന്നെ നമുക്കൊരു ചാരിറ്റി കിട്ടിയിട്ടുണ്ട്. അതായത് എന്താണോ നിങ്ങൾ ഈ ഒരു സമയത്ത് പോരാടിക്കൊണ്ടിരിക്കുന്നത്, അതായത് ചില വ്യക്തികൾ ഇവിടെ ജോബുമായി ബന്ധപ്പെട്ട് പോരാടുന്ന വ്യക്തികളായിരിക്കാം. അതല്ലെങ്കിൽ ജോബിൽ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും അതിനനുസരിച്ചുള്ള ഒരു സാലറി നിങ്ങൾക്ക് കിട്ടുന്നില്ലായിരിക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പോരാടുന്ന ചില വ്യക്തികളെ കാണിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ ജീവിതവുമായി ബന്ധപ്പെട്ട് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് പോരാടുന്ന വ്യക്തികളെ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ആരോഗ്യപരമായി ബന്ധപ്പെട്ട് പോരാടുന്ന ചില വ്യക്തികളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ എനർജിയാണ് കൂടുതലും കിട്ടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് ഇവിടെ ഒരു മോചനമാണ് വരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നത്. കാരണം എത്രയൊക്കെ വേദനകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഒരു വിശ്വാസം, അതല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഇതിൽ നിന്നെല്ലാം ഞാൻ പുറത്തു വരുമെന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷ ശരിയായി വന്നിരിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളിവിടെ മുന്നോട്ട് പോകുന്നു, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമുക്കിവിടെ ഒരു ഹെർമിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഒരു കറണ്ട് എനർജിയെ തന്നെയാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്നു, ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്നു. ഈ ഒരു സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, അതല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ലാത്ത ഒരവസ്ഥ. അതായത് നിങ്ങൾ ഒരു സ്നേഹം, അതല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണം എന്നുള്ളൊരു ചിന്തയിലൊക്കെ പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ അത് ആരുമില്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. ഈ ഒരു അവസ്ഥ ദൈവം നിങ്ങൾക്ക് തന്നതായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നിങ്ങൾ സ്വയം പഠിക്കുവാനും നിങ്ങൾ സ്വയം ഒരു ശക്തി, അതായത് മറ്റുള്ളവരുടെ സഹായമില്ലാതെ സ്വയം ഒരു ശക്തി നിങ്ങൾ പ്രാപിക്കുവാനും കൂടിയാണ് ദൈവം ഈ ഒരു അവസരം നിങ്ങൾക്ക് തന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തെ നിങ്ങൾ ഒരു നിരാശയായിട്ട് കാണാതെ അതായത് ദൈവം തന്നൊരു അവസരത്തെ നിങ്ങൾ സന്തോഷമായിട്ട് സ്വീകരിച്ചു മുന്നോട്ട് പോവുക. ആരുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും ദൈവം നിങ്ങൾക്ക് ഒപ്പമുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു ഹെർമിറ്റ് പറഞ്ഞു തരുന്നത്. ഒപ്പം തന്നെ നമുക്കിവിടെ കിട്ടുന്നത് നിങ്ങളുടെ ഒരു ഫ്യൂച്ചറാണ്. അതായത് ഫ്യൂച്ചറായിട്ട് നിങ്ങൾക്കിവിടെ സമൃദ്ധിയാണ് കാണിക്കുന്നത്. എംപ്രസ് കിട്ടിയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ചില വ്യക്തികളുടെയൊക്കെ ജീവിതത്തിൽ അതായത് നിങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കടന്നു വരവ് കാണിക്കുന്നുണ്ട്.
അതായത് നിങ്ങളുടെ ഒരു നന്മ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു വരുമെന്ന് കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ ഒരു എംപ്രസും അതിനോടൊപ്പം തന്നെ ഒരു നൈറ്റ് ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട്. ചില വ്യക്തികളുടെയൊക്കെ ജീവിതത്തിൽ ഒരു സ്ത്രീയുടെ സപ്പോർട്ട് നല്ല രീതിയിൽ ലഭിക്കുന്നതായിട്ടും, ചില വ്യക്തികളുടെയൊക്കെ ജീവിതത്തിൽ ഒരു നൈറ്റ് ഓഫ് കപ്സ് ആണ് ഒരു വ്യക്തി, ഒരു പുരുഷന്റെ ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഒരു പുരുഷന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജിയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആരുടെയും സപ്പോർട്ട് ഇല്ലെങ്കിൽ, നിങ്ങൾ ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയിലാണെങ്കിൽ, ശരിയായ സമയത്ത് ശരിയായ വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് ദൈവം കൊണ്ടുവരുമെന്നുള്ളൊരു മെസ്സേജാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം തന്നെ നമുക്കൊരു 6 ഓഫ് വാണ്ട്സ് കൂടാതെ ഒരു ടെമ്പറൻസും കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം, ഒരു അംഗീകാരം ഇതൊക്കെ ലഭിക്കുന്ന ഒരു എനർജിയാണ്. അതായത് ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിച്ചത് ആ ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾ ചെന്നെത്തും. ഈ ഒരു സമയത്ത് മറ്റുള്ളവർ നിങ്ങൾക്കൊരു വില തരുന്നില്ലെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു സമയത്ത് ആരും മനസ്സിലാക്കുന്നില്ല എങ്കിൽ, ആ ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾ വന്നു ചേരുമെന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു 6 ഓഫ് വാണ്ട്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒപ്പം തന്നെ നമുക്കിവിടെ ഒരു ടെമ്പറൻസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വേദനകൾ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നിരാശകളൊക്കെ എവിടെയോ നിങ്ങളെ ബാധിച്ചതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. എങ്കിൽ പോലും നിങ്ങൾ പൂർണ്ണമായി തോറ്റിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഒരു 9 ഓഫ് വാണ്ട്സിന്റെ എനർജിയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ടെമ്പറൻസ് എന്തൊക്കെയാണോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഉള്ളത്, അതിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം ലഭിക്കും. അതായത് വേദനകളിൽ നിന്നും ഒരു മോചനം ലഭിക്കും. നിങ്ങൾ ഇവിടെ ഹീലാകുന്ന ഒരു എനർജിയാണ്. മുന്നോട്ട് പോകുമ്പോൾ ഭാവിയിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്ന വേദനകളിൽ നിന്നൊക്കെ ഒരു മോചനം നിങ്ങൾ നേടി ഒരു മനസ്സമാധാനത്തിലോട്ട് നിങ്ങൾ വരൂ എന്നുള്ളൊരു മെസ്സേജാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു രോഗശാന്തി കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും രോഗങ്ങൾ മൂലം നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്കൊരു പൂർണ്ണ മോചനം കിട്ടും എന്നുള്ളൊരു മെസ്സേജ് കൂടി കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്കൊരു ക്ഷമ, എല്ലാത്തിനും ഒരു ക്ഷമ വേണം. എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ ഒരു സമയമുണ്ട്, ഒരു ഡിവൈൻ ടൈം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഈ ഒരു ആഗ്രഹങ്ങൾ അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു സമാധാനം വരുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതുവരെ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. പക്ഷെ അതിനി ഒരുപാട് ഒരു സമയമൊന്നുമില്ല. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഒരുപാട് വൈകാതെ നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് എനർജി ആയിട്ട് നോക്കുമ്പോൾ ഒറ്റപ്പെടൽ, ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നല്, ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ്. എങ്കിൽ പോലും പ്രതീക്ഷയോട് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ പ്രതീക്ഷ, അത് നിങ്ങളുടെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ കൊണ്ടുവരുമെന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് കിട്ടുന്നത്. ഫ്യൂച്ചറായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഒരു മനസ്സമാധാനം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന വ്യക്തികൾക്ക് ഒരു രോഗശാന്തി ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിലെ ചില പ്രശ്നങ്ങളുള്ള വ്യക്തികളെ കാണിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരു സമാധാനം, ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ലൈഫ് കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.